ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ വിത്ത് ആദി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും അത് കാണുക. ഓക്കെ, ഞാനിതിൻ്റെ ബാക്കിയാണ് എടുക്കാൻ പോകുന്നത്. Okay, let's start. The day of the trial arrived. Antonio did not ask for mercy because he knew well that Shylock was unlikely to grant him any mercy. അങ്ങനെ വാദം കേൾക്കുന്ന ദിവസം വന്നു. ആൻ്റോണിയോ ഷൈലോക്കിൻ്റെ അടുത്ത് ദയ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. കാരണം അയാൾക്ക് നന്നായിട്ട് അറിയായിരുന്നു ഷൈലോക്ക് ഒരിക്കലും ദയ കാണിക്കില്ല എന്ന്. ഇൻ എ വേ ഹി വാസ് വില്ലിംഗ് ടു ആക്സെപ്റ്റ് പനിഷ്മെൻറ്റ്. എന്ത് പനിഷ്മെൻ്റ് ആയാലും അത് സ്വീകരിക്കാൻ അദ്ദേഹം ആൻ്റോണിയോ റെഡിയായി നിന്നു. അറ്റ് ദ കോർട്ട് ദ ഡ്യൂക്ക് ഹിംസെൽഫ് പ്ലീഡഡ് വിത്ത് ഷൈലോക്ക് ടു ബി മേഴ്സിഫുൾ. ആ ഒരു കോർട്ടിലെ ഡ്യൂക്ക് പോലും ഷൈലോക്കിൻ്റെ അടുത്ത് ആൻ്റോണിയോട് ദയ കാണിക്കണമെന്ന് അപേക്ഷിച്ചു. ഹി ബ്ലൻലി റിഫ്യൂസ്ഡ്. അദ്ദേഹം അത് നിരസിച്ചു. ബസാനിയോ ഓഫേർഡ് ദ ജൂ ട്വൈസ് ദ സം ഓവ്ഡ് ബൈ ആൻ്റോണിയോ, but he replied that he wanted justice, and so he would ask for his pound of flesh even if he was offered 6,000 times the amount. ബസാനിയോ ആൻ്റോണിയോ കൊടുക്കാനുള്ള ക്യാഷിൻ്റെ ഇരട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് മറുപടിയായിട്ട് ഷൈലോക്ക് പറഞ്ഞത് തരാനുള്ള ക്യാഷിൻ്റെ 6,000 ഇരട്ടി തരാമെന്ന് പറഞ്ഞാലും അത് വേണ്ട, തനിക്ക് വേണ്ടത് ജസ്റ്റിസാണ്, നീതിയാണ് വേണ്ടത്. ഷൈലോക്കിനെ സംബന്ധിച്ച് ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പൗണ്ട്, അതായത് ആൻ്റോണിയുടെ ഒരു പൗണ്ട് ഫ്ലഷാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ജസ്റ്റിസ് എന്ന് പറയുന്നത്. സോ ഷൈലോക്ക് അത് തന്നെയാണ് ആവശ്യപ്പെട്ടത്. പണം വേണ്ട, തനിക്ക് ഫ്ലഷ് മതിയെന്ന് തന്നെയാണ് ഷൈലോക്ക് ആവശ്യപ്പെട്ടത്. When the Duke asked Shylock how he could hope for mercy from God if he himself showed no mercy to his fellow beings, ആ സമയത്ത് ഡ്യൂക്ക് ഷൈലോക്കിൻ്റെ അടുത്ത് ചോദിച്ചു, തൻ്റെ സഹജീവികളോട് ദയ കാണിക്കാത്ത നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തോട് തന്നോട് ദയ കാണിക്കണമെന്ന് ആവശ്യപ്പെടുക? ഷൈലോക്ക് റിപ്ലൈഡ് ദാറ്റ് ഹി വാണ്ടഡ് നോ mercy if he God grants him justice. So saying, he began to sharpen the long knife. പക്ഷേ ഷൈലോക്ക് എന്താ മറുപടി പറഞ്ഞത്? എനിക്ക് മേഴ്സി അല്ല വേണ്ടത്, ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ജസ്റ്റിസാണ് വേണ്ടത് എന്ന് പറഞ്ഞ് കയ്യിലുള്ള കത്തി ഇങ്ങനെ അത് മൂർച്ച കൂട്ടാൻ തുടങ്ങി. ആൻഡ് പോർഷ്യ, ഹു ഹാഡ് ഡിസൈഡഡ് ടു കം ടു വെനീസ് ആൻഡ് ടു സ്പീക്ക് ഇൻ ആൻ്റോണിയോസ് ഡിഫെൻസ്, റീച്ച്ഡ് ദർ ഓൺ ദ ഡേ ഓഫ് ദ ട്രയൽ വിത്ത് ഹെർ ഫ്രണ്ട് നെറീസ. അങ്ങനെ പോർഷ്യ വെനീസിലേക്ക് വന്ന് ആൻ്റോണിയോയ്ക്ക് വേണ്ടി ആ വാദം നടക്കുന്ന ദിവസം വാദിക്കണമെന്ന് വിചാരിച്ച് സുഹൃത്തിൻ്റെ കൂടെ അങ്ങോട്ട് വരാൻ അവൾ തീരുമാനിച്ചു. ദ ഡിസ്ഗൈസ് ദംസെൽഫ്, ഒരു വേഷം മാറിയാണ് വരുന്നത്. പോർഷ്യ അപ്പിയർഡ് ഇൻ എ ലോയേഴ്സ് ഗൗൺ ആൻഡ് നെറീഷ ഫോളോഡ് ഹെർ ആസ് ഹെർ ക്ലർക്ക്. ആക്ച്വലി പോർഷ്യ ഒരു ലോയറിൻ്റെ വേഷത്തിലാണ് വരുന്നത്. നെറീഷയാണെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത്. ദ കേസ് വാസ് ജസ്റ്റ് ഗോയിങ് ടു ബി ഹിയർഡ് ബിഫോർ ദ ഡ്യൂക്ക്. ആ കേസ് ഡ്യൂക്കിൻ്റെ മുന്നിൽ ജസ്റ്റ് വാദം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പോർഷ്യ entered the High Court of Justice and presented a letter from Bellario, who was a lawyer and relative of Portia. അങ്ങനെ ആ ഹൈക്കോർട്ടിലേക്ക് പോർഷ്യ കടന്നു വന്ന് ജസ്റ്റിസിൻ്റെ മുന്നിൽ ഒരു ലെറ്റർ കൊടുത്തു. അത് ലോയർ ബെലാരിയോ കൊടുത്തയച്ച ഒരു ലെറ്ററായിരുന്നു. ബെലാരിയോ പോർഷ്യയുടെ ഒരു റിലേറ്റീവ് കൂടിയായിരുന്നു. In that letter, the learned counselor had written that the bearer of the letter, Balthazar, could be permitted to plead for Antonio as he was sick and unable to come by himself. ആ ലെറ്ററിൽ എഴുതിയിരുന്നത്, ഈ ലെറ്ററുമായിട്ട് വരുന്ന വ്യക്തി എനിക്ക് പകരം ആൻ്റോണിയോയ്ക്ക് വേണ്ടി വാദിക്കാൻ അവരെ അനുവദിക്കണം എന്നായിരുന്നു. കാരണം അവിടെ ബെൽത്താസർ എന്ന പേരിൽ വന്നിരിക്കുന്നത് പോർഷ്യയായിരുന്നു. പോർഷ്യ ഒരു ലോയറിൻ്റെ വേഷത്തിലാണ് വന്നിട്ടുള്ളത്. ബെൽത്താസർ എന്ന പേര് മാറ്റിയാണ്, ബെൽത്താസർ എന്ന പേരിലാണ് അവരവിടെ വന്നിട്ടുള്ളത്. സോ തനിക്ക് അസുഖമായതുകൊണ്ട് തനിക്ക് പകരം വാദിക്കാൻ വന്ന ആളാണ് ഈ ബെൽത്താസർ എന്നാണ് ആ ഒരു ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ദ ഡ്യൂക്ക് ഗ്രാൻഡഡ് ദിസ്, വണ്ടറിങ് അറ്റ് ദ യൂത്ത്ഫുൾ അപ്പിയറൻസ് ഓഫ് ദ സ്ട്രേഞ്ചർ, ഹു വാസ് വെൽ ഡിസ്ഗൈസ്ഡ് ഇൻ ഹെർ കൗൺസിലേഴ്സ് റോബ്സ് ആൻഡ് ലാർജ് ഫിഗ്.
അപ്പോൾ ഡ്യൂക്ക് പോർഷ്യക്ക് വാദിക്കാനുള്ള അനുവാദം കൊടുത്തു. ദെൻ വളരെ ആ യൂത്ത്ഫുൾ ആയിട്ടുള്ള വളരെ യങ് ആയിട്ടുള്ള ഒരു സ്ട്രേഞ്ചറെ കണ്ട് അവരെല്ലാവരും ഡ്യൂക്ക് പോലും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം അത്രയും വേഷം മാറിയിട്ടാണ്, വിഗൊക്കെ വെച്ച് വേഷം മാറിയിട്ടാണ് പോർഷ്യ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. And now began the important trial. Portia looked around and saw the merciless money lender. She saw Bassanio too. അങ്ങനെ വാദം തുടങ്ങി. പോർഷ്യ ചുറ്റുമൊന്ന് നോക്കി. ആ മണി ലെൻഡറേയും അവിടെ കണ്ടു, ഒപ്പം ബസാനിയോയും കണ്ടു. ബട്ട് ഹി ന്യൂ ഹെർ നോട്ട് ഇൻ ഹെർ ഡിസ്ഗൈസ്. പക്ഷേ ആ വേഷം മാറിയത് കൊണ്ട് തന്നെ ഈ പോർഷ്യയെ ബസാനിയോക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. She read the bond and turned towards Shylock and told him that he had the right to his pound of flesh. Hearing it, Shylock felt happy. ആ ബോണ്ടൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം പോർഷ്യ ഷൈലോക്കിന് നേരെ തിരിഞ്ഞു പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഇദ്ദേഹത്തിൻ്റെ ആൻ്റോണിയോയുടെ പൗണ്ട് ഓഫ് ഫ്ലഷ് കിട്ടാനുള്ള എല്ലാ റൈറ്റ്സുമുണ്ട്. ഇത് കേട്ടപ്പോൾ ഷൈലോക്കിന് വളരെയധികം ഹാപ്പിയായി. കാരണം ഓപ്പോസിറ്റ് വക്കീലാണ് ഇങ്ങനെ തനിക്ക് അനുകൂലമായിട്ട് പറഞ്ഞിരിക്കുന്നത്. She then spoke eloquently of the noble quality of mercy. It would have softened the hearts of all except that of Shylock. പിന്നീട് പോർഷ്യ കരുണയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇത് കേട്ട് നിന്ന് എല്ലാവരുടെ മനസ്സിലും ഒരു അലിവ് തോന്നി. ബട്ട് ഷൈലോക്കിന് മാത്രം ഒരു ദയയും തോന്നിയില്ല. She said that mercy dropped as the gentle rain from heaven upon the place beneath. അവൾ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നും താഴേക്ക് മഴയായി വീണതാണ് മേഴ്സി. അതൊരു ജെൻറ്റിൽ റെയിനാണ്, ഹെവനിൽ നിന്ന് വീണിട്ടുള്ള ഒരു ജെൻറ്റിൽ റെയിനാണ് മേഴ്സി എന്ന് പോർഷ്യ പറഞ്ഞു. മേഴ്സി വാസ് എ ഡബിൾ ബ്ലെസ്സിങ്. അതിന് 2 ബ്ലെസ്സിങ് ആണുള്ളത്. ഇറ്റ് ബ്ലെസ്ഡ് ഹിം ദാറ്റ് ഗവ് ആൻഡ് ഹിം ദാറ്റ് റിസീവ്ഡ്. അത് കൊടുക്കുന്നവനും അത് സ്വീകരിക്കുന്നവനും ഒരുപോലെ അത് ബ്ലെസ്സിങ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഗ്രേറ്റ് കിങ്സ് ഹാവ് ഓൾവേസ് ഷോൺ മേഴ്സി. വലിയ വലിയ രാജാക്കന്മാർ പോലും ദയ കാണിക്കുന്നുണ്ട്. ഇറ്റ് വാസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ഗോഡ് ഹിംസെൽഫ്. അത് ദൈവത്തിൻ്റെ കരുണയാണ്. ഷീ ആസ്ക്ഡ് ഷൈലോക്ക് ടു റിമെമ്പർ ദാറ്റ് ആസ് വി ഓൾ പ്രേഡ് ഫോർ മേഴ്സി ഫ്രം ഗോഡ്, വി വർ ബൗണ്ട് ടു ബി മേഴ്സിഫുൾ ടു അവർ ഫെലോ ബീയിങ്സ്. ഇതിനുശേഷം പോർഷ്യ ഷൈലോക്കിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഓർക്കണം, നമ്മളെല്ലാവരും ദൈവത്തോട് ദയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫെലോ ബീയിങ്സിനോട്, നമ്മുടെ സഹജീവികളോട്, നമ്മുടെ ചുറ്റുമുള്ളവരോട് നമ്മൾ ദയ കാണിക്കണം. ബട്ട് ഷൈലോക്ക് ഇൻസിസ്റ്റഡ് ഓൺ ഗെറ്റിംഗ് ദ പെനാൽറ്റി സ്റ്റേറ്റഡ് ഇൻ ദ ബോണ്ട്. പക്ഷേ ഷൈലോക്കിന് ആവശ്യമുണ്ടായിരുന്നത് തൻ്റെ ആ ബോണ്ടിൽ പറഞ്ഞിട്ടുള്ള പെനാൽറ്റി ആയിരുന്നു. അദ്ദേഹം ആൻ്റോണിയോയുടെ ഫ്ലഷ് ആയിരുന്നു അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നത്. ഇസ് ഹി നോട്ട് ഏബിൾ ടു പേ ദ മണി? ആസ്ക് ദ യങ് ലോയർ ബൽത്താസർ. അതിനുശേഷം ബൽത്താസർ, അതായത് പോർഷ്യ ചോദിച്ചു, അദ്ദേഹത്തിന് പണം കൊടുക്കാനുള്ള കഴിവില്ലേ? Then Bassanio then offered him the 3,000 ducats as many times over as he should desire. പക്ഷേ ബസാനിയോ എത്ര തവണ വേണമെങ്കിലും അദ്ദേഹം കൊടുക്കാനുള്ള 3,000 അത് എത്ര തവണ വേണമെങ്കിലും എത്ര ഇരട്ടി വേണമെങ്കിലും കൊടുക്കാൻ ബസാനിയോ റെഡി ആയിരുന്നു. യെറ്റ് ഷൈലോക്ക് റിഫ്യൂസ്ഡ് ഇറ്റ്. പക്ഷേ അതൊന്നും ഷൈലോക്കിന് ആവശ്യമുണ്ടായിരുന്നില്ല. ഹി സ്റ്റിൽ ഇൻസിസ്റ്റഡ് അപ്പോൺ ഹാവിങ് എ പൗണ്ട് ഓഫ് ആൻ്റോണിയോസ് ഫ്ലഷ്. അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്, ആൻ്റോണിയോയുടെ ഫ്ലഷ് മാത്രം മതി. The young counselor now wanted Shylock to let her have a look at the bond once again. അങ്ങനെ ഒരിക്കൽ കൂടി ഷൈലോക്കിൻ്റെ കയ്യിൽ നിന്ന് ആ ബോണ്ട് വാങ്ങിച്ച് പോർഷ്യ വായിച്ചു നോക്കി. When she had read it, she said, "This bond is forfeited, and by this the money lender lawfully claims a pound of flesh to be cut off by him nearest Antonio's heart." അങ്ങനെ അത് വായിച്ചതിന് ശേഷം പോർഷ്യ, അതായത് ബൽത്താസർ പറഞ്ഞു, ഈ ബോണ്ടിലെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മണി ലെൻഡർക്ക് അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ ഫ്ലഷ് കിട്ടാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അതും ആൻ്റോണിയോയുടെ ഹാർട്ടിൻ്റെ അടുത്ത് നിന്നാണ് അദ്ദേഹം ഫ്ലഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. Then he said to Shylock, "Be merciful, take the money and bid me tear the bond." അങ്ങനെ അവൻ വീണ്ടും ആവശ്യപ്പെട്ടു, ഷൈലോക്കിൻ്റെ അടുത്ത് ദയ കാണിക്കണം, പണം എടുത്തിട്ട് ആ ഒരു ബോണ്ട് അത് കീറിക്കളയണമെന്ന് ആവശ്യപ്പെട്ടു. ബട്ട് നോ മേഴ്സി വുഡ് ദ ക്രൂവൽ ഷൈലോക്ക് ഷോ. പക്ഷേ ആ ക്രൂവലായിട്ടുള്ള ഷൈലോക്ക് ഒരു ദയയും കാണിച്ചില്ല. ഹി സെഡ്, "ബൈ മൈ സോൾ ഐ സ്വയർ, നോ മാൻ ക്യാൻ പെർസ്വേഡ് മീ ടു ചേഞ്ച് മൈ മൈൻഡ്." അദ്ദേഹം പറയാണ്, എൻ്റെ ആത്മാവിനെ തൊട്ട് ഞാൻ പറയുന്നു, എൻ്റെ ഒരു തീരുമാനത്തിൽ മാറ്റം വരുത്താൻ ആർക്കും കഴിയില്ല.
Then now Antonio said Balthasar, you must prepare your bosom for the knife. അങ്ങനെ ആൻറ്റോണിയോയുടെ അടുത്ത് ബൽത്താസർ പറഞ്ഞു, നിങ്ങൾ റെഡിയാവണം, കത്തിക്ക് ഇരയാകുന്നതിന് നിങ്ങൾ റെഡിയാകണമെന്ന് ആൻറ്റോണിയോയുടെ അടുത്ത് പോർഷ്യ പറഞ്ഞു. While Shylock was sharpening the long knife and feeling its sharp edge, Balthasar asked Antonio. അങ്ങനെ ഷൈലോക്ക് തൻ്റെ ആ കത്തിയുടെ മൂർച്ച ഇങ്ങനെ കൂട്ടുകയാണ്. ആ സമയത്ത് ബൽത്താസർ ആൻറ്റോണിയോയുടെ അടുത്ത് ചോദിച്ചു, ഹാവ് യു ഗോട്ട് എനിത്തിങ് ടു സേ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആൻറ്റോണിയോ കാംലി സെഡ്, ഐ ഹാവ് ബട്ട് ലിറ്റിൽ ടു സേ. ഐ ഹാവ് പ്രിപ്പയർഡ് മൈ മൈൻഡ് ടു ഡൈ. എനിക്കങ്ങനെ പറയാനുള്ളത്, എനിക്ക് എൻ്റെ മൈൻഡിനെ ഒന്ന് റെഡിയാക്കണം, മരിക്കാൻ എൻ്റെ മൈൻഡിനെ ഒന്ന് എനിക്ക് റെഡിയാക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, then he turned to Bassanio and said, give me your hand, Bassanio, fare you well. എന്നിട്ട് ബസാനിയോയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ കൈയൊന്ന് തരൂ. എന്നിട്ട് ഒരു യാത്രയൊക്കെ പറയാണ്. ഗ്രീവ് നോട്ട് ദാറ്റ് ഐ ഹാവ് ഫോളൻ ഇൻ ടു ദിസ് മിസ്ഫോർച്യൂൺ ഫോർ യുവർ സേക്ക്. നീ ഒരിക്കലും വിചാരിക്കരുത്, നിന്നെ സഹായിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വിധി വന്നത് എന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത് എന്ന് ബസാനിയോയുടെ അടുത്ത് ആൻറ്റോണിയോ പറഞ്ഞു. ടെൽ മൈ റിഗാർഡ്സ് ടു യുവർ ഹോണറബിൾ വൈഫ് ആൻഡ് ഹൗ ഐ ഹാഡ് ലവ്ഡ് യു. നീ നിൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയണം, എൻ്റെ അന്വേഷണം പറയണം, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നും നീ പറയണമെന്ന് ആൻറ്റോണിയോ ബസാനിയോയുടെ അടുത്ത് പറഞ്ഞു. ഇൻ ദ ഡീപ്പസ്റ്റ് എഗോണി ബസാനിയോ റിപ്ലൈഡ്. വളരെ ദുഃഖത്തോടു കൂടി ബസാനിയോ പറഞ്ഞു, ആൻറ്റോണിയോ, ഐ ആം മാരീഡ് ടു എ വൈഫ് ഹു ഈസ് ആസ് ഡിയർ ടു മീ ആസ് ലൈഫ് ഇറ്റ് സെൽഫ്. ബട്ട് ലൈഫ് ഇറ്റ് സെൽഫ് മൈ വൈഫ് ആൻഡ് ഓൾ ദ വേൾഡ് ആർ നോട്ട് കൺസിഡേർഡ് ബൈ മീ എബോവ് യുവർ ലൈഫ്. എൻ്റെ വിവാഹം കഴിഞ്ഞു, എൻ്റെ ഭാര്യ എനിക്ക് വലുതാണ്, എൻ്റെ ലൈഫും എനിക്ക് വലുതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ വലുത്, ഈ ലോകത്തിന് എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് നീയാണ്. ഐ ആം വില്ലിങ് ടു ലോസ് ഓൾ. അദ്ദേഹം പറയാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്തും നഷ്ടപ്പെടുത്താൻ തയ്യാറാണ്. ഐ വുഡ് സാക്രിഫൈസ് എവറിത്തിങ് ടു ദിസ് ഡെവിൾ ഹിയർ ടു സേവ് യു. ഇവിടെ നിനക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്, നിന്നെ സേവ് ചെയ്യാനായിട്ട് എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. Shylock now cried out impatiently, we are wasting time. I pray pronounce the sentence. Every heart was full of grief for Antonio. ഇതൊക്കെ കേട്ടിട്ട് ഷൈലോക്കിന് ക്ഷമ നശിച്ചു. അദ്ദേഹം പറയാണ്, നമ്മൾ വെറുതെ സമയം കളയാണ് എന്ന് പറഞ്ഞു. ദെൻ വിധി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. എല്ലാവരും ആ ആൻറ്റോണിയോയെ തന്നെ വളരെ സങ്കടത്തോടു കൂടി ആൻറ്റോണിയോയെ നോക്കി നിൽക്കുകയാണ്. As the judgment was going to be announced, the young lawyer asked Shylock if there were balances to weight the flesh. Shylock said that he had them ready. The lawyer also asked him if he had called a doctor lest Antonio bleeds to death. Shylock said no and added that it was not written in the bond. അങ്ങനെ ജഡ്ജ്മെൻറ്റ് പറയുന്നതിന് മുമ്പ്, അനൗൺസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ലോയർ ഷൈലോക്കിൻ്റെ അടുത്ത് ചോദിച്ചു, ആ പൗണ്ട് ഫ്ലഷ് അത് തൂക്കി നോക്കാൻ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ദെൻ അതെല്ലാം റെഡിയാണെന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം ചോദിച്ചു, ആൻറ്റോണിയോയുടെ ഫ്ലഷ് എടുക്കുന്ന സമയത്ത് ബ്ലഡ് പോകുകയാണെങ്കിൽ അഥവാ ബ്ലീഡിങ് ഉണ്ടാകുകയാണെങ്കിൽ നോക്കാനൊരു ഡോക്ടർ വേണ്ടേ, നിങ്ങൾ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഷൈലോക്ക് പറഞ്ഞത് ഇല്ല എന്നാണ്. അത് നമ്മുടെ ബോണ്ടിൽ എഴുതി ചേർത്തിട്ടില്ലല്ലോ എന്നാണ് ഷൈലോക്ക് മറുപടി കൊടുത്തത്. Then Balthasar replied, it is not so named in the bond, but what of that? ബോണ്ടിൽ എഴുതിയിട്ടില്ല, പക്ഷേ അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയാണ്. ഇറ്റ് വാസ് ഗുഡ് ഇഫ് യു ഡിഡ് സോ മച്ച് ഫോർ ദ സേക്ക് ഓഫ് ചാരിറ്റി. ഒരു ചാരിറ്റി പ്രവർത്തനം എന്ന നിലയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ടു ദിസ് ഷൈലോക്ക് ആൻസേർഡ്, ഐ കനോട്ട് ഫൈൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ബോണ്ട്. എനിക്കത് കഴിയില്ല, ഞാനത് ചെയ്യില്ല, അത് ബോണ്ടിൽ എഴുതി ചേർത്തിട്ടില്ല, ഷൈലോക്ക് മറുപടി പറഞ്ഞു. ആൻഡ് ദെൻ സെഡ് Balthasar, എ പൗണ്ട് ഓഫ് ആൻറ്റോണിയോസ് ഫ്ലഷ് ഈസ് യുവേഴ്സ്. ആൻറ്റോണിയോയുടെ ഒരു പൗണ്ട് ഫ്ലഷ് നിങ്ങളുടേതാണ്. കോടതിയും അത് അനുവദിക്കുന്നുണ്ട്. ആൻഡ് യു മേ കട്ട് ദിസ് ഫ്ലഷ് ഫ്രം ഓഫ് ഹിസ് ചെസ്റ്റ്, ബട്ട് ദിസ് ബോണ്ട് ഹിയർ ഗീവ്സ് യു നോ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. അങ്ങനെ പോർഷ്യ പറയാണ്, നിങ്ങൾക്ക് ഫ്ലഷ് കട്ട് ചെയ്തെടുക്കാം, ചെസ്റ്റിൻ്റെ അവിടെ നിന്നും ഫ്ലഷ് കട്ട് ചെയ്തെടുക്കാം, പക്ഷേ ഒരു ഡ്രോപ്പ് ബ്ലഡ് പോലും പോകാൻ പാടില്ല, അത് ബോണ്ടിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, ബ്ലഡ് വേണമെന്നുള്ളത് ബോണ്ടിൽ പറഞ്ഞിട്ടില്ല, ഫ്ലഷ് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ദ വേർഡ്സ് ക്ലിയർലി ആർ എ പൗണ്ട് ഓഫ് ഫ്ലഷ്. അതിൽ ബോണ്ടിൽ ക്ലിയർ ആയിട്ട് എഴുതി ചേർത്തിട്ടുണ്ട് എ പൗണ്ട് ഓഫ് ഫ്ലഷ് മാത്രം എന്ന്
എഴുതി ചേർത്തിട്ടുണ്ട്. സോ ബ്ലഡ് വീഴാൻ പാടില്ല. If in cutting off the pound of flesh you shed one drop of Antonio's blood, your lands and goods are by the law to be confiscated to the state of Venice. അപ്പോൾ പോർഷ്യ പറയാണ്, ഫ്ലഷ് എടുക്കുന്ന സമയത്ത് ഒരു പൗണ്ട് ഓഫ് ഫ്ലഷ് എടുക്കുന്ന സമയത്ത് ഒരു തുള്ളി ബ്ലഡ് ആൻ്റോണിയോയുടെ ശരീരത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാൻഡും ഗുഡ്സും എല്ലാം വെനീസിലേക്ക് എഴുതി വെക്കേണ്ടി വരും. ഹിയർ ദിസ് ഷൈലോക്ക് വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. ഇത് കേട്ട ഷൈലോക്ക് ആകെ കൺഫ്യൂസ്ഡായി. ഇറ്റ് വാസ് അറ്റർലി ഇമ്പോസിബിൾ ഫോർ ഷൈലോക്ക് ടു കട്ട് ഓഫ് ദ പൗണ്ട് ഓഫ് ഫ്ലഷ് വിത്തൗട്ട് ഷെഡിങ് സം ഓഫ് ആൻ്റോണിയോസ് ബ്ലഡ്. അത് വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു തുള്ളി ബ്ലഡ് പോലും വീഴാതെ ഫ്ലഷ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ദിസ് വൈസ് ഡിസ്കവറി ഓഫ് ബൽത്താസർ സേവ്ഡ് ദ ലൈഫ് ഓഫ് ആൻ്റോണിയോ. ബൽത്താസറിൻ്റെ ബുദ്ധിപൂർവ്വമുള്ള ഈ ഒരു നീക്കം അത് ആൻ്റോണിയോയുടെ ലൈഫ് സേവ് ചെയ്തു. All admired the wonderful sagacity of the young counselor. Finding himself defeated in his cruel intent, Shylock said with a disappointed look that he was ready to take the money. അങ്ങനെ എല്ലാവരും ആ യങ് കൗൺസിലറുടെ ആ ഒരു കണ്ടുപിടുത്തത്തിനെ അഭിനന്ദിച്ചു. പക്ഷേ ഈ ക്രൂവലായിട്ടുള്ള ഈ ഷൈലോക്ക് അപ്പോൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. എന്നിട്ട് അവസാനം അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. പക്ഷേ എന്നാൽ പണമെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് പണം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായി. Rejoiced beyond measure at Antonio's unexpected deliverance, Bassanio cried out, "Here is the money." ഈ ആൻ്റോണിയോ രക്ഷപ്പെട്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ബസാനിയോ പറഞ്ഞു, ഇതാ ഇവിടെ പണമുണ്ട്, എടുത്തോളൂ എന്ന് ഷൈലോക്കിൻ്റെ അടുത്ത് പറഞ്ഞു. ബട്ട് പോർഷ്യ സ്റ്റോപ്ഡ് ഹിം സെയിങ് സ്ലോലി, "There is no haste. The money lender shall have nothing but the penalty." പക്ഷേ പോർഷ്യ അതിനെ തടഞ്ഞു, പണം കൊടുക്കുന്നതിനെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, മണി ലെൻഡർക്ക് പണമല്ല ആവശ്യം, അതിന് പെനാൽറ്റിയാണ് ആവശ്യം. Therefore prepare, Shylock, cut off the flesh, but mind you shed not drop of blood. എന്നിട്ട് ഷൈലോക്കിൻ്റെ അടുത്ത് പറഞ്ഞു എന്താ പ്രിപ്പയർ ആവാൻ. എന്നിട്ട് ഷൈലോക്കിൻ്റെ അടുത്ത് പറയാണ്, പ്രിപ്പയർ ആയിക്കോളൂ, ഫ്ലഷ് എടുക്കാം, പക്ഷേ ഒരു കാര്യം മൈൻഡ് ചെയ്യണം, ബ്ലഡ് ഒരു തുള്ളി ബ്ലഡ് പോലും പോകാൻ പാടില്ല. ദെൻ ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക് യു ആർ കണ്ടംൻഡ് ബൈ ദ ലോസ് ഓഫ് വെനീസ് ടു ഡൈ ആൻഡ് ഓൾ യുവർ വെൽത്ത് ഈസ് ഫോർഫൈറ്റഡ് ടു ദ സ്റ്റേറ്റ്. ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ സ്വത്ത് മുഴുവൻ വെനീസിന് കൈമാറ്റം ചെയ്യപ്പെടും. "Give me my money and let me go," said Shylock. എനിക്കെൻ്റെ പണം തരൂ, എനിക്ക് പോകണം, ഷൈലോക്ക് പറഞ്ഞു. "I have it ready here," said Bassanio. ബസാനിയോ വീണ്ടും പറഞ്ഞു, അതിവിടെ റെഡിയാണ്. Shylock was going to take the money. Portia again stopped him, saying, "Wait, I have yet another hold upon you. By the laws of Venice, your wealth is forfeited to the state for having conspired against the life of one of its citizens, and your life lies at the mercy of the duke." പക്ഷേ ഷൈലോക്ക് പണം എടുക്കാൻ ചെന്നപ്പോൾ പോർഷ്യ വീണ്ടും അയാളെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വെയിറ്റ് ചെയ്യൂ, അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. നിങ്ങൾ വെനീസിലെ നിയമം അനുസരിച്ച് നിങ്ങൾ ഒരാൾക്കെതിരെ ഗൂഢാലോചന നടത്തിയിരിക്കുകയാണ്, അതൊരു തെറ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്യൂക്കിൻ്റെ ദയ കിട്ടേണ്ട ആവശ്യമുണ്ട്. Therefore, down on your knees and ask him to pardon you. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുന്നിൽ മുട്ടുമടക്കി നീ ക്ഷമ ചോദിക്കണം. The Duke then said to Shylock, "You may see the difference of our beliefs in God. I pardon you your life before you ask it." അത് കണ്ട് ഡ്യൂക്ക് ഷൈലോക്കിൻ്റെ അടുത്ത് പറഞ്ഞു, "നീ ഇപ്പോൾ കണ്ടോ, ഞാനും എൻ്റെയും നിൻ്റെയും വിശ്വാസം, ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസത്തിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നീ ഇപ്പോൾ കണ്ടോ? നീ ക്ഷമ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിനക്ക് ക്ഷമ തന്നിരിക്കുന്നു. ഹാഫ് ഓഫ് യുവർ വെൽത്ത് ബിലോങ്സ് ടു ആൻ്റോണിയോ." എന്നിട്ട് പറഞ്ഞു, നിൻ്റെ സ്വത്തിൻ്റെ പകുതി ആൻ്റോണിയോക്ക് പോകും. "ദ അതർ ഹാഫ് കംസ് ടു ദ സ്റ്റേറ്റ്." ബാക്കിയുള്ളത് സ്റ്റേറ്റിനും പോകും. "ദ ഡ്യൂക്സ് നൗ റിലീസ്ഡ് ആൻ്റോണിയോ ആൻഡ് ഡിസ്മിസ് ദ കോർട്ട്." അതിനുശേഷം ആൻ്റോണിയോയെ വിട്ടയച്ച് കോർട്ട് ഡിസ്മിസ് ചെയ്തു, പിരിച്ചുവിട്ടു. "He then highly praised the wisdom and ingenuity of the young counselor and invited him home to dinner." ഇത് കഴിഞ്ഞ്
ആൻ്റോണിയോ നമ്മുടെ പോർഷ്യയെ, അതായത് ബെൽത്താസറിനെ അവരുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, ഡിന്നറിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. ബട്ട് പോർഷ്യ ഹൂ മെൻ ടു റിട്ടേൺ ടു ബെൽമണ്ട് ബിഫോർ ഹെർ ഹസ്ബൻഡ് റിഫ്യൂസ് ദ ഇൻവിറ്റേഷൻ പൊളൈറ്റ്ലി. പക്ഷേ പോർഷ്യക്ക് എത്രയും പെട്ടെന്ന് ബെൽമണ്ടിൽ എത്തണം, അവളുടെ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് തന്നെ ബെൽമണ്ടിൽ എത്തണം. അതുകൊണ്ട് തന്നെ വളരെ പൊളൈറ്റായിട്ട് തന്നെ അവൾ ആ ഒരു ഇൻവിറ്റേഷൻ റിഫ്യൂസ് ചെയ്തു. When the Duke left the court, Bassanio said to Balthasar, "Most worthy gentleman, I and my friend Antonio have been acquitted of grievous penalties by your wisdom, and I beg you to accept the 3,000 ducats due to Shylock." അങ്ങനെ കോട്ടൊക്കെ പിരിച്ചു വിട്ട് ഡ്യൂക്ക് പോയതിന് ശേഷം ബസാനിയോ ബൽത്താസറിൻ്റെ അടുത്ത് പറഞ്ഞു, അവർ ചെയ്ത ആ ഒരു ഉപകാരത്തിന് ആൻ്റോണിയും അവരും കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഷൈലോക്കിന് കൊടുക്കാൻ വെച്ചിരുന്ന ആ ഒരു ക്യാഷ്, ആ 3,000 ഡക്കറ്റ്സ്, അത് താങ്കൾ സ്വീകരിക്കണമെന്ന് അവരുടെ അടുത്ത്, പോർഷ്യയുടെ അടുത്ത് ബസാനിയോ ആവശ്യപ്പെട്ടു. But Portia was not ready to accept the money. Bassanio again pressed Balthasar to accept some reward. പക്ഷേ പോർഷ്യ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. എന്നാൽ ബസാനിയോ വീണ്ടും അവരത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചപ്പോൾ പോർഷ്യ എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് പോർഷ്യയെ നിർബന്ധിച്ചു. ഇറ്റ് കെയിം ഇൻ ടു പോർഷ്യാസ് മൈൻഡ് ടു പ്ലേ എ ട്രിക്ക് അപ്പോൺ ഹെർ ഹസ്ബൻഡ്. ഇങ്ങനെ ബസാനിയോ നിർബന്ധിച്ചപ്പോൾ പോർഷ്യക്കൊരു ചെറിയൊരു ഗെയിം കളിക്കാൻ തോന്നി, ട്രിക്ക് തോന്നി. അതായത് എങ്ങനെ ഈ ബസാനിയോ ഒന്ന് പറ്റിക്കണമെന്ന് തോന്നി. ദെൻ ഷീ സെഡ്, "ഗിവ് മീ യുവർ റിംഗ്, ഐ വിൽ വെയർ ഇറ്റ് ഫോർ യുവർ സേക്ക്." അവൾ ആവശ്യപ്പെട്ടത് ബസാനിയോയുടെ കയ്യിലുള്ള റിംഗ് ആയിരുന്നു. എനിക്ക് നിങ്ങളുടെ റിംഗ് തരൂ എന്നാണ് അവൾ ആവശ്യപ്പെട്ടത്. Bassanio was distressed when the counselor asked him the only thing he could not part with. He replied that he could not give him the ring because it was his wife's gift. ബസാനിയോ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയി, ആകെ വിഷമിച്ചു. കാരണം വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റാണ് ബൽത്താസർ ബസാനിയോയുടെ അടുത്ത് ചോദിച്ചത്. അദ്ദേഹം മറുപടി പറഞ്ഞത്, എനിക്ക് നൽകാൻ കഴിയില്ല, ഇതെൻ്റെ വൈഫ് എനിക്ക് ഗിഫ്റ്റ് തന്ന റിങ്ങാണ്. ഈ ഹാഡ് പ്രോമിസ് ഹെർ നെവർ ടു പാർട്ട് വിത്ത്. ഇത് ഞാൻ ആർക്കും കൊടുക്കില്ലെന്ന് അവൾക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദിസ് പോർഷ്യ പ്രിറ്റൻഡഡ് ടു ബി ഒഫൻഡ് ആൻഡ് ലെഫ്റ്റ് ദ കോർട്ട്. ഇത് കേട്ടപ്പോൾ കുറച്ച് ദേഷ്യത്തോടു കൂടി ബൽത്താസർ അവിടെ നിന്ന് പോയി. "Dear Bassanio," said Antonio, "let him have the ring. Let my love and the great service he had done for me be valued against your wife's displeasure." Ashamed to seem ungrateful, Bassanio yielded and sent the ring to Balthasar. ഇത് കേട്ട് ആൻ്റോണിയോ ബസാനിയുടെ അടുത്ത് പറഞ്ഞു, "ഡിയർ ബസാനിയോ, നിനക്ക് ആ റിങ് കൊടുത്തുകൂടായിരുന്നോ? അവർ നമുക്ക് ചെയ്തു തന്ന ഒരു സർവീസിന് പകരമായിട്ട് നിനക്കത് കൊടുത്തുകൂടായിരുന്നു. നിൻ്റെ വൈഫിന് കുറച്ച് വിഷമമാകുന്നല്ലേ ഉള്ളൂ, അത് കൊടുത്തുകൂടായിരുന്നു എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ബസാനിയോക്ക് വളരെ സങ്കടം തോന്നി, കാരണം ഒരു നന്ദികേട് കാണിച്ചതുപോലെ തോന്നി. സോ ബസാനിയോ തൻ്റെ റിങ് ബൽത്താസറിന് കൊടുത്തയച്ചു. Portia returned home happily, having performed a good action. At Belmont, she waited for her husband. When Bassanio arrived, accompanied by Antonio, her eyes immediately fell upon his empty fingers, and she asked him about his wedding ring. "I gave it to the lawyer who served Antonio lives," Bassanio said. അങ്ങനെ പോർഷ്യ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ബെൽമണ്ടിൽ ഹസ്ബൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ സമയത്ത് ബസാനിയോ ആൻ്റോണിയോയുടെ കൂടെ അങ്ങോട്ടെത്തി. പക്ഷേ അവർ വന്നു കയറിയ സമയത്ത് പോർഷ്യയുടെ കണ്ണ് ബസാനിയോയുടെ ഫിംഗേഴ്സിലേക്കാണ് പോയത്. അവൾ കൊടുത്ത റിങ് അവിടെ കാണുന്നില്ല. സോ അവൾ ഉടനെ തന്നെ ചോദിച്ചു, "എവിടെ റിങ് എന്ന് ചോദിച്ചപ്പോൾ, വെഡ്ഡിങ് റിങ് എന്ന് ചോദിച്ചപ്പോൾ ബസാനിയോ പറഞ്ഞത്, ഞാനത് ആ ലോയറിന് കൊടുത്തു, ആൻ്റോണിയോയുടെ ലൈഫ് രക്ഷിച്ച ആ ഒരു ലോയറിന് ഞാനത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. Hearing this, Portia looked very angry and reproached Bassanio. She said, "No, you lie. You gave it to some other woman." പക്ഷേ ഇത് കേട്ട പോർഷ്യ വളരെ ദേഷ്യത്തോടു കൂടി പറഞ്ഞു, "ഇല്ല, നിങ്ങളത് വേറെ ഏതൊരു വിമണ്ണാണ് നിങ്ങളത് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ നുണ പറയുകയാണ്." He said with great earnestness, "No woman had it." ഇല്ല, ഞാനത് സ്ത്രീകൾക്കൊന്നല്ല കൊടുത്തിട്ടുള്ളത്. The young lawyer refused 3,000 ducats of me, begged for the ring. What could I do, sweet Portia? ഞാൻ കൊടുത്ത 3,000 ducats അവരാവശ്യപ്പെട്ടില്ല, അവർക്ക് റിംഗ് ആണ് അവരെൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ എന്താണ് ചെയ്യുക പോർഷ്യ എന്ന് ബസാനിയോ ചോദിച്ചു. Hearing the quarrel between the couple, Antonio said,
ഐ എം ദ അൺഹാപ്പി കോസ് ഓഫ് ദിസ് ക്വാറൽ. ഇത് കേട്ട ഇവർ തമ്മിലുള്ള തർക്കം കേട്ടപ്പോൾ ആൻ്റോണിയോ പറഞ്ഞു, എനിക്കിത് കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. പോർഷ്യ കൺസോൾഡ് ആൻ്റോണിയോ നോട്ട് ടു ഗ്രീവ്. പക്ഷേ പോർഷ്യ സമാധാനിപ്പിച്ചു. ദെൻ ആൻ്റോണിയോ സെഡ്, ഐ വൺസ് ഡിഡ് ലെൻഡ് മൈ ബോഡി ഫോർ ബസാനിയോസ് സേക്ക്, but for him to whom your husband gave the ring, I should have now been dead. I swear your Lord will never more break his word with you. അപ്പോൾ പോർഷ്യയുടെ അടുത്ത് ആൻ്റോണിയോ പറയാണ്, ഒരിക്കൽ ഞാൻ നിൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബോഡി പണയം വെച്ചു. ബട്ട് അതിന് പകരമായിട്ട് നിൻ്റെ ഹസ്ബൻഡ് എനിക്ക് എൻ്റെ ജീവൻ രക്ഷിച്ച ആൾക്ക് അദ്ദേഹത്തിൻ്റെ റിങ് നൽകി. ദെൻ അദ്ദേഹം ഒരിക്കലും തന്നെ നിൻ്റെ വാക്ക് തെറ്റിക്കില്ല എന്ന് ഒരു വാക്ക് കൊടുക്കുകയാണ് ആൻ്റോണിയോ. Then you shall be his surety, said Portia to Antonio. Give him this ring and bid him keep it better than the other. So saying, she gave a ring to him. ഇത് കേട്ട ശേഷം പോർഷ്യ ഒരു റിങ് എടുത്ത് ആൻ്റോണിയോക്ക് നൽകിയിട്ട് പറയാണ്, ഇത് അദ്ദേഹത്തിന് കൊടുക്കണം, എന്നിട്ട് ഇത് നന്നായിട്ട് നോക്കാൻ പറയണം, മറ്റതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററായിട്ട് ഇത് നോക്കാൻ പറയണമെന്ന് പോർഷ്യ ആൻ്റോണിയുടെ അടുത്ത് പറഞ്ഞു. When Bassanio looked at the ring, he was strangely surprised to find it was the same he had given away. Then Portia told him how she had been the young counselor and Nerissa her clerk. അങ്ങനെ ഈ റിങ് കണ്ട ബസാനിയോക്ക് തൻ്റെ ആകെ സർപ്രൈസിലായി. ഇത് തൻ്റെ ഒരു നഷ്ടപ്പെട്ട തൻ്റെ കയ്യിലുണ്ടായിരുന്ന അതേ റിങ് തന്നെയാണിത്. ഇത് കണ്ട പോർഷ്യ ഫൈനലി നടന്ന കാര്യങ്ങളൊക്കെ ബസാനിയുടെ അടുത്ത് പറഞ്ഞു. അവൾ യങ് കൗൺസിലർ ആയത് എങ്ങനെയാണെന്നും നെറീസ അവളുടെ ക്ലർക്ക് ആയത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ദെൻ പോർഷ്യ ഗാവ് ഹിം എ ലെറ്റർ വിച്ച് കണ്ടെയ്നഡ് ദ ഹാപ്പി മെസ്സേജ് ഓഫ് ആൻ്റോണിയോസ് ഷിപ്സ് സപ്പോസ് ടു ബി ലോസ് സേഫ്ലി അറൈവിങ് ഇൻ ദ ഹാർബർ. അതിനുശേഷം പോർഷ്യ ഒരു ലെറ്റർ ബസാനിയോക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, ആൻ്റോണിയോയുടെ ആ ലെറ്ററിൽ എഴുതിയിരുന്നത് ഒരു ഹാപ്പി മെസ്സേജ് ആയിരുന്നു. ആൻ്റോണിയോയുടെ ഷിപ്സൊക്കെ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ഷിപ്സൊക്കെ വളരെ സേഫായിട്ട് തന്നെ ഹാർബറിൽ എത്തിച്ചേരുന്നുണ്ട്. സോ ദ ട്രാജിക്കൽ ബിഗിനിങ് ഓഫ് ദിസ് റിച്ച് മെർച്ചൻ്റ് സ്റ്റോറി were all forgotten in this unexpected good fortune which followed. There was leisure to laugh at the comical adventure of the ring and also at the husband who did not know his own wife. ഓക്കെ, അങ്ങനെ വളരെ ട്രാജിക്കൽ ബിഗിനിങ്ങിൽ തുടങ്ങിയ ആ ഒരു സ്റ്റോറിക്ക് നല്ലൊരു എൻഡിങ്ങിലെത്തിയതായത് അവർക്ക് നല്ലൊരു ഭാഗ്യം വന്നു ചേർന്നു. ഓക്കെ, ദെൻ അതിലേറ്റവും കോമിക്കലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഹസ്ബൻഡിന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല വേഷം മാറി വന്നത് തൻ്റെ ഭാര്യയാണെന്നുള്ള ആ ഒരു കാര്യം. ഓക്കെ, ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തത്. 2 ഭാഗമായിട്ടാണ് ഈ ചാപ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.